2006 ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ 27 വയസ്സുള്ള ബ്രയാൻ ഷാഫർ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായി. പതിവ് പോലെ രാത്രിയിൽ പുറത്തുപോയ ബ്രയനെ പിന്നീട് ആരും കണ്ടില്ല. മാർച്ച് 31 വീക്കെൻഡ് ആഘോഷിക്കാൻ ബ്രയാൻ സുഹൃത്തുക്കളോടൊപ്പം ഒരു ബാറിലേക്ക് പോയി. എന്നാൽ അന്ന് രാത്രി വിചിത്രമായ എന്തോ സംഭവിച്ചു. ബാറിൽ നിന്നുള്ള നിരീക്ഷണ ദൃശ്യങ്ങളിൽ ബ്രയാൻ പ്രവേശിക്കുന്നത് കാണിച്ചു, പക്ഷേ അവൻ ഒരിക്കലും ബാറിൽ നിന്ന് പുറത്തു പോകുന്നതായി കണ്ടില്ല. നിരവധി തിരയലുകൾ, അഭിമുഖങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നിവ ഉണ്ടായിരുന്നിട്ടും ബ്രയന്റെ തിരോധാനം പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുറ്റകൃത്യത്തിന്റെ തെളിവുകളോ പോരാട്ടത്തിന്റെ ലക്ഷണങ്ങളോ ഇല്ല. അദ്ദേഹം വായുവിലേക്ക് അപ്രത്യക്ഷനായതുപോലെയാണ് ഇത്. ബ്രയാൻ ബാറിലേക്ക് നടക്കുന്നത് ഫൂട്ടേജിൽ കാണിക്കുന്നു, പക്ഷേ ക്യാമറകളൊന്നും അയാൾ ബാറിൽ നിന്ന് പുറത്തു പോകുന്നത് പതിഞ്ഞില്ല. എക്സിറ്റ് സെക്യൂരിറ്റിയാൽ മൂടപ്പെട്ടിരുന്നു. എന്നിട്ടും അയാൾ പുറത്തിറങ്ങുന്നത് ആരും കണ്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന ക്ലിപ്പ് പുലർച്ചെ 1:55 മണിന് ക്ലബ്ബിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു. തുടർന്ന് ഡിറ്റക്ടീവുകൾ ബ്രയാൻ ക്ലബ് വിട്ടുപോകാൻ സാധ്യതയുള്ള വ്യത്യസ്ത വഴികൾ വിശകലനം ചെയ്തു. ഇതിൽ ഫയർ എസ്കേപ്പ്, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്, ഒരു ബാൽക്കണി എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ സിസിടിവിയിൽ അയാളുടെ ഒരു സൂചനയും കാണിച്ചില്ല. തിരച്ചിലിനായി അവർ നായ്ക്കളെ പോലും കൊണ്ടുവന്നു, പക്ഷേ അയാളുടെ ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിർമ്മാണ സ്ഥലത്തെ നനഞ്ഞ കോൺക്രീറ്റിൽ മദ്യപിച്ച് വീണതാകാമെന്ന് ഡിറ്റക്ടീവുകൾക്ക് സിദ്ധാന്തങ്ങളുണ്ട്. ബ്രയാൻ സ്വന്തം തിരോധാനം അരങ്ങേറിയതായിരിക്കാമെന്നോ അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടെന്നോ ചിലർ വിശ്വസിക്കുന്നു. അദ്ദേഹം തെരുവുകളിലേക്ക് നടന്ന് അപ്രത്യക്ഷനായോ, അതോ ഉപരിതലത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഇരുണ്ട വിശദീകരണമുണ്ടോ? ഇന്നുവരെ ബ്രയാൻ ഷാഫറിന്റെ വിധി അജ്ഞാതമായി തുടരുന്നു. സ്വയം വരുത്തിവെച്ച പരിക്ക് മുതൽ കുറ്റകൃത്യം വരെയുള്ള സിദ്ധാന്തങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ കേസ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പൊതുജനങ്ങളെയും വേട്ടയാടുന്നു. ബ്രയാൻ ഷാഫറിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ തിയറീസ് കമന്റ് ചെയ്യൂ.